ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 5 നാരങ്ങ പിഴിഞ്ഞിട്ടാണ് 1/2 കപ്പ് ലെമൺ ജ്യൂസ് കിട്ടിയത്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ലെമൺ ജ്യൂസിന്റെ ഡബിൾ എടുക്കണം പഞ്ചസാര. ഇനി ഇതിലേക്ക് വെള്ളവും വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളവും ലെമൺ ജ്യൂസും സെയിം അളവെടുക്കുക. അതിന്റെ ഡബിൾ എടുക്കുക പഞ്ചസാര. ഇനി ഇതിലേക്ക് നമുക്ക് ഇനി ഇഞ്ചി വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 50 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഞാൻ ഇഞ്ചിയുടെ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇത് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ലെമൺ ജിഞ്ചർ ജ്യൂസ് ആക്കാന്ന്. ഇനി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇഞ്ചി ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പം ഇഞ്ചി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞാൽ ആ ഇഞ്ചിയിൽ നിന്ന് നീര് നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് പിഴിഞ്ഞ് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15-20 മിനിറ്റ് ഇങ്ങനെ തന്നെ വയ്ക്കണം. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഇഞ്ചിയുടെ വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വരും. അപ്പോൾ ഈ തെളിഞ്ഞു വന്നേക്കണ വെള്ളം മാത്രം എടുക്കണം. ഇതിൻ്റെ അടിയിൽ ഈ ഇഞ്ചിയുടെ ഈ പേസ്റ്റ് പോലെ ഇതിൻ്റെ അടിയിൽ വരും. അത് എടുക്കണ്ട. ഇതിൻ്റെ പുറത്ത് തെളിഞ്ഞു വരുന്ന വെള്ളം മാത്രം നമ്മൾ ഊറ്റിയെടുക്കണം. ഈ ആ ഇഞ്ചിയുടെ നീര് ഊറി വരുമ്പോഴേക്കും നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. 1 കപ്പ് പഞ്ചസാര ചേർക്കാം. നമുക്ക് തീ ഓണാക്കാം. ഈ പഞ്ചസാര ഇതിനകത്ത് കിടന്ന് മെൽറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ല വെള്ളം പോലെ ആവും. ഒരു തള വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യണം. ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ മെൽറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു തള വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് ചൂടാറും. എന്നിട്ട് പതുക്കെ ഒന്ന് വാമായിട്ട് വേണം ഇതിലേക്ക് ഇഞ്ചിയുടെ നീരൊഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നാരങ്ങയുടെ നീര് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഇപ്പം ഇഞ്ചിയുടെ ജ്യൂസ് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇത് പതുക്കെ അനക്കാണ്ട് വേറെ പാത്രത്തിലേക്ക് പകർത്തണം. ഇതേപോലെ ജ്യൂസിൻ്റെ അടിയിൽ ഇതേപോലെ ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ വരും. അത് നമ്മൾ എടുക്കരുത്. ഈ തെളിഞ്ഞ് വരുന്ന ജ്യൂസ് മാത്രമാണ് എടുക്കേണ്ടത്. ഈ ഇഞ്ചിയുടെ ജ്യൂസ് ഈ പഞ്ചസാര പാനിയിൽ മിക്സ് ചെയ്യുക. ഈ പഞ്ചസാര പാനി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കാൻ വേണ്ടിയിട്ട്. ചൂടോടുകൂടി ഇരിക്കുമ്പോൾ ലെമൺ ജ്യൂസ് ചേർക്കരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങയുടെ നീര് ചേർക്കാം. ഞാനിവിടെ നാരങ്ങയുടെ കുരു മാറ്റി കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് അരിച്ചെടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. പക്ഷെ അത് കുടിക്കുമ്പോൾ ഈ നാരങ്ങയുടെ ഈ അല്ലിയും കൂടിയിട്ട് കുടിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാനത് അരിച്ചിട്ടില്ല.
ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ലെമൺ ജിഞ്ചർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ നമുക്കൊരു 3 മാസം വരെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇതിലേക്ക് വെള്ളവും കൂടിയും ചേർത്തിട്ടാണ് ഇത് ജ്യൂസാക്കിയിട്ട് കുടിക്കുന്നത്. ഇത് നമുക്ക് ജ്യൂസാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ഇടാം. ഈ ഐസിലേക്ക് ഇതേപോലത്തെ ഒരു വലിയ ഗ്ലാസ് ജ്യൂസിന് ഇതേപോലത്തെ സ്പൂണിൽ ഒരു 5 സ്പൂൺ മതിയാവും. ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിക്കുക. ഇപ്പം ലെമൺ ജിഞ്ചർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആ ഇഞ്ചിയുടെ ജ്യൂസ് ചേർത്തേക്കണേനും ഈ ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊരു 3 മാസം വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് ഇതേപോലെ വെള്ളവും ഐസും കൂടിയും ചേർത്തിട്ട് കുടിക്കാനെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയുടെ ജ്യൂസ് ചേർത്തേക്കണേനും നമ്മുടെ വയറിന് വല്ല അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതേപോലെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സുഖം കിട്ടും. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക.